വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വെഞ്ചാന സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയാണ് മനസ്സിലാക്കുന്നത്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്തു, മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തു എന്ന് ഓർമ്മയുണ്ട് മക്കൾക്ക്. നിങ്ങൾ പറഞ്ഞു ഇലക്ട്രോൺസ്, ഓരോ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസും എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓർബിറ്റ്സിനെ എന്ത് വിളിച്ചു? എനർജി ലെവൽസ് എന്ന് വിളിച്ചു. ഇനി പറഞ്ഞ എന്താണ്? ഈ ഓർബിറ്റ്സിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ചേഞ്ച് ചെയ്യില്ല, അതുകൊണ്ട് ആ ഓർബിറ്റ്സിനെ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഇനി പറഞ്ഞ എന്താണ്? ന്യൂക്ലിയസ് എന്ന് ഓർബിറ്റിന്റെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച്, അപ്പൊ ഈ ന്യൂക്ലിയസുകളാണ് ഇരിക്കുന്നത്, ഇത് ഓരോ ഓർബിറ്റുകളാണ്. ഈ ഓർബിറ്റ് ദൂരം കൂടുന്നതനുസരിച്ച്, ന്യൂക്ലിയസിന് ഓർബിറ്റ് ദൂരം കൂടുന്നതനുസരിച്ച് ഓർബിറ്റിലുള്ള എനർജി എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് with the increase in distance from the nucleus. ന്യൂക്ലിയസ് എന്ന ഓർബിറ്റിന് ദൂരം കൂടുന്നതനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എന്ത് പറഞ്ഞു? ഒരു ഹൈ എനർജി ലെവൽ. ഇതിപ്പോ ന്യൂക്ലിയസിന് ദൂരം കൂടുന്നതനുസരിച്ച് ഈ ഓർബിറ്റിൽ ഇരിക്കുന്ന എനർജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ ഏറ്റവും പുറമേ കിടക്കുന്ന ഓർബിറ്റിന് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ന്യൂക്ലിയസിന് അത്രയും ദൂരം കൂടുന്നതനുസരിച്ച് ആ ഓർബിറ്റിന് എനർജി കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും വെളിയിൽ കിടക്കുന്ന, ഏറ്റവും പുറമെ കിടക്കുന്ന ഈ ഓർബിറ്റിന് ഹൈ എനർജി ആയിരിക്കും അല്ലെ. അപ്പൊ ഹൈ എനർജി ലെവലിൽ നിന്നും ലോ എനർജി ലെവൽ ഓർബിറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി, അപ്പൊ ഹൈ എനർജി ലെവൽ ഓർബിറ്റിൽ നിന്ന്, ഹൈ എനർജി ലെവലുള്ള ഓർബിറ്റിൽ നിന്ന് ലോ എനർജി ലെവലിലേക്ക് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എനർജി എമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനർജി എമിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? From electrons are shifted from high energy level to low energy level. അപ്പൊ ഹൈ എനർജി ലെവൽ ഓർബിറ്റിൽ നിന്നും ലോ എനർജി ലെവൽ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എനർജി എമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എനർജി എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ മറിച്ച് ലോ എനർജി ലെവലിൽ നിന്നും, അതായത് ലോ എനർജി ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ന്യൂക്ലിയസിന് തൊട്ടടുത്താണ് കിടക്കുന്നതെങ്കിൽ ആ ഓർബിറ്റിന്റെ എനർജി ലെവൽ എങ്ങനെയായിരിക്കും? ലോ എനർജി ലെവൽ ആയിരിക്കും അല്ലെ. അപ്പൊ ലോ എനർജി ലെവലിൽ നിന്ന് ഹൈ എനർജി ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ എനർജി എന്ത് ചെയ്യപ്പെടുന്നത്? അബ്സോർബ് ചെയ്യാൻ, എനർജി അബ്സോർബ് ചെയ്യാൻ മാത്രമേ ഇലക്ട്രോണ് ഹൈ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ലോയിന്ന് ഹൈയിലോട്ട് പോകണമെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? അബ്സോർപ്ഷൻ, എനർജി അബ്സോർപ്ഷൻ. അപ്പൊ എനർജി അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നു. എന്നാൽ ഹൈന്ന് ലോയിലോട്ട് പോകുമ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമാണ് നമ്മൾ എവിടെ പഠിച്ചത്? ബോർ മോഡൽ ഫാക്റ്റിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓർബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1, 2, 3, 4, 5 നമ്പർ അനുസരിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. മെയിൻ കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഇപ്പൊ ബോർ ആറ്റം മോഡൽ ആരുടെയാണ്? നീൽസ് ബോറിന്റെയാണ്. 1913 ബോർ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. ആൻഡ് മെയിൻ കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ വാട്ട് ആർ ദേ? ഏതാണ് മെയിൻ കൺസെപ്റ്റ്സ്? ഒന്ന്, electrons revolve around the nucleus of an atom in fixed orbits. Electrons revolve around the nucleus in fixed orbits. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Electrons in each orbit have a definite energy. So orbits are known as energy levels. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? As long as electrons revolve in a particular orbit, their energy does not change. So the orbits are known as stationary energy levels. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താണ്? എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് എ ഡിസ്റ്റൻസ് ന്യൂക്ലിയസ് ഇൻക്രീസസ്. മനസ്സിലായോ? അടുത്ത എന്താ പറയുന്നത്? എനർജി ഈസ് എമിറ്റഡ് when the electrons shift from orbits of higher energy to lower energy. Then energy is absorbed when electrons shift from orbits of lower energy orbits to higher energy. മനസ്സിലായോ? And orbits can also be represented by giving numbers 1, 2, 3, 4 and 5. Is it clear for you? ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നീൽ ബോറിന്റെ ആറ്റം മാതൃകയാണ് മനസ്സിലാക്കിയത്. അതിൽ എന്തൊക്കെ പഠിച്ചു? 1913 ഡാനിഷ് ശാസ്ത്രജ്ഞൻ നീൽ ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്തത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. മനസ്സിലായോ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് മനസ്സിലാക്കി. ഇനി ഓരോ ഓർബിറ്റിലെ ഇലക്ട്രോണും എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. ഇനി അതിനാൽ ഓർബിറ്റുകളെ എന്ത് പേരിട്ട് വിളിച്ചു? ഊർജ നിലയങ്ങൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പേരിട്ട് വിളിച്ചു. ഇനി ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകളെ സ്ഥിര ഊർജ നിലയങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് അറിയപ്പെടുന്നു. നാലാമത്തെ പോയിന്റ് എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. പോയിന്റ് കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. മനസ്സിലാക്കിയേ? ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഇനി ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഊർജം ആഗിരണം ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? ഇനി ഓർബിറ്റുകൾക്ക്
1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നീൽസ് ബോർ ആറ്റം മോഡൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പോയിന്റ് കിട്ടിയോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ ഈ എനർജി ലെവൽസിനെ 1, 2, 3, 4 എന്ന് നമുക്ക് KLMN എന്നും വിശേഷിപ്പിക്കാം. അപ്പം എനർജി ലെവൽസ് എന്താണ്? 1, 2, 3, 4 എന്നാണ് KLMN. ഇതാണ് 1, 2, 3, 4. ഈ എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്സ് ആണ് അല്ലെ. ഓർബിറ്റ്സ് ആണ് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുന്നത്? KLMN അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് എക്സെട്ര. മനസ്സിലായോ? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ചില സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അവയുടെ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്നുണ്ടോ? നെയിം ഓഫ് പാർട്ടിക്കിൾ, പാർട്ടിക്കിളിന്റെ പേര് പ്രോട്ടോൺ ആണ്. ആറ്റത്തിൽ അവയുടെ പൊസിഷൻ എവിടെയാണ്? എവിടെയാണ് ആറ്റത്തിൽ പ്രോട്ടോൺ കാണുന്നത്? ആറ്റത്തിൽ പ്രോട്ടോൺ കാണുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ് അല്ലെ. സോ പൊസിഷൻ ഓഫ് പ്രോട്ടോൺ ആറ്റം എവിടെയാണ്? ന്യൂക്ലിയസ്. ഇനി എടുക്കാം ചാർജ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇനി നോക്കുക അതിന്റെ മാസ് എന്ന് പറയുന്നത് 1.00727 U ആണ്. ഈ മാസ് പ്രാക്ടിക്കൽ യൂസ് എന്ന് പറയുന്നത് 1 U ആണ്. എന്താണ് U എന്ന് പറയുന്നത്? ആറ്റത്തിന്റെ മാസ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്, അതാണ് U എന്ന് ഡിനോട്ട് ചെയ്തത്. അടുത്ത നോക്കുക ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ പൊസിഷൻ എവിടെയാണ് ആറ്റത്തില്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആറ്റം അല്ലെ. ന്യൂക്ലിയസിന് ചുറ്റുമാണ്, അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ. ഇനി ചാർജ് പറയുകയാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അതുപോലെ എന്താണ് നെക്സ്റ്റ്? ന്യൂക്ലിയസിന്റെ പൊസിഷൻ ഒന്ന്. പൊസിഷൻ ആറ്റത്തിൽ ന്യൂക്ലിയസ് കാണുന്നത് എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് അല്ലെ. അപ്പൊ ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത്? ന്യൂട്രോൺ കാണപ്പെടുന്നത്. ഇനി ചാർജ് പറയുകയാണെങ്കിലോ ന്യൂട്രോൺ ചാർജ്ലെസ്. മനസ്സിലായോ? ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ന്യൂട്രോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? ജെയിംസ് ചാഡ്വിക് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻസ് മനസ്സിലാക്കി. ഇവിടെ നീൽ ബോർ ആറ്റം മോഡലെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതിൽ ചാർട്ട് മനസ്സിലാക്കി. അടുത്ത് നോക്കൂ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് the mass of an electron is 1/1837 part of the mass of a proton. ഒരു പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 പാർട്ട് ആണ് ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളില് കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കുകയാണ്. some statements are given here, which of them are related to J.J. Thomson? J.J. Thomson റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറഞ്ഞേ ആർക്ക് പറയാൻ സാധിക്കും? നോക്കൂ, ഫസ്റ്റ് വൺ proposed idea of the orbit. He proposed the idea of the orbit. Is it true? യെസ് അല്ലെ. ഓർബിറ്റിന് ഐഡിയ പ്രപ്പോസ് ചെയ്ത J.J. തോംസൺ ആണോ? അല്ല, റൂദർഫോർഡ് നേരത്തെ പറയുന്നുണ്ട് അല്ലെ. റൂദർഫോർഡ് എന്താ പ്ലാനറ്ററി മോഡ് ഓഫ് ആറ്റത്തിൽ പറയുന്നുണ്ട് ആറ്റംസ് ഇലക്ട്രോൺസ് റിവോൾവ് ഓൺ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓർ ഓർബിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഐഡിയ ഓഫ് ഓർബിറ്റ് കൊണ്ടുവന്ന J.J. തോംസൺ ആണോ? അല്ല അല്ലെ. പിന്നെ നോക്കാം, കണ്ടക്ടഡ് ഡിസ്ചാർജ് ടു എക്സ്പെരിമെന്റ്സ്. J.J. തോംസൺ ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തോ? J.J. തോംസൺ. വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ബെനാസക്കാലൻ. വെഞ്ചാന സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി ആണ് മനസ്സിലാക്കുന്നത്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്തു, മുമ്പേ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തു വരുന്നു. ഓർമ്മയുണ്ട് മക്കൾക്ക്? ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു ആറ്റം മോഡൽ മനസ്സിലാക്കി. ഏതാണിത്? നീൽ ബോർൻ ആറ്റം മോഡൽ അല്ലെ. നീൽ ബോർൻ ആറ്റം മോഡലാണ്. അപ്പൊ നീൽ ബോർൻ ആറ്റം മോഡൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ പഠിച്ചു റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. എന്താണിത്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെ. എങ്കിൽ ഇതാണ് സൗരയൂഥ മാതൃക. ഈ സൗരയൂഥ മാതൃകയിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് പല പല അതിൽ പല കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആറ്റം മോഡൽ എന്ത് ചെയ്യപ്പെട്ടു? റിജക്ട് ചെയ്യപ്പെട്ടു അല്ലെ. റിജക്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നീൽസ് ബോർ ആറ്റം മോഡൽ പിന്നീട് വരികയുണ്ടായത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട മെയിൻ കൺസെപ്റ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിപ്പോയത്. എന്റെ മക്കൾ ക്ലിയർ ആയ പോയിന്റ്സ് ഒക്കെ അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആർക്ക് പറയാം എന്തൊക്കെയാണ് ബോർ ആറ്റം മോഡലിലെ മെയിൻ കൺസെപ്റ്റ്സ് എന്ന് നോക്കിയേ. ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ് അല്ലെ. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ഫിക്സഡ് ഓർബിറ്റുകളിലാണ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. രണ്ട് പഠിച്ചെന്താണ്? ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് ഡെഫിനിറ്റ് എനർജി അല്ലെ. ഓരോ ഓർബിറ്റ് ഇരിക്കുന്ന ഇലക്ട്രോൺസിനും ഒരു നിശ്ചിത എനർജി ഉണ്ട്, ഡെഫിനിറ്റ് എനർജി ഉണ്ട്. സോ ദ ഓർബിറ്റ്സ് ആർ നോൺ ആസ് എനർജി ലെവൽസ് അല്ലെ. ഇനി പറഞ്ഞതാണ് ആസ് ലോങ് ആസ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. പർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നിടത്തോളം their energy doesn't change. So the orbits are also known as stationary energy levels. Is it clear for you? അതിനുശേഷം എന്ത് പഠിച്ചു?
energy of orbit increases as the distance to nucleus increases. അല്ലെ, ന്യൂക്ലിയസിന് ദൂരം കൂടുന്നതനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി കൂടുന്നു. ഇനി പറഞ്ഞ എന്താണ്? when electrons are emitted, so when electrons are shifted from high energy level to low energy orbit, what happens? The energy is emitted. അല്ലെ, energy is emitted when electrons are shifted from high energy orbit to low energy orbit. And energy is absorbed when electrons are shifted from low energy orbit to high energy orbit. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. that one more point is orbits can be represented by giving numbers 1, 2, 3, 4 and 5 etc. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് പഠിച്ചത്? need for atom ഉള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആയിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചേ. എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് പഠിച്ചു. ഇനി ഓരോ ഓർബിറ്റിലും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ടെന്ന് മനസ്സിലാക്കി. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലയങ്ങൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകളെ സ്ഥിര ഊർജ്ജ നിലയങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇപ്പൊ സ്ഥിര ഊർജ്ജ നിലയങ്ങളെങ്കിൽ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് ഓർബിറ്റ്സിനെ വിളിക്കുന്നു. ഇനി ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടും തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അടുത്തത് ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. എന്നാൽ ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഊർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നു. ഇനി ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മക്കൾക്ക് മനസ്സിലായോ? അത്രയും പോർഷൻസ് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു പോർഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അവിടെ നമ്മള് എന്താണ് ഇലക്ട്രോൺ ഈ പറയുന്ന ബോർ ആറ്റം മോഡൽ ക്ലിയർ ആക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ ഓർബിറ്റ്സ് നമ്പർ ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് അത് എന്ത് വിളിക്കാം? KLMN എന്ന ഷെല്ലുകളായിട്ട് പരിഗണിക്കാന്ന് അല്ലെ. KLMN എന്ന ഷെല്ലുകളെ വിളിക്കാന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മള് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലാക്കി അല്ലെ. ജെ തോമസിനെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ, ജെ തോമസിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. പിന്നെന്താണ്? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് റൂദർഫോർഡ് ആണ് അല്ലെ. അപ്പൊ റൂദർഫോർഡ് ആണ്. അപ്പൊ ജെ തോമസിനെ ബന്ധപ്പെട്ടുള്ളത് അല്ല. ജെ തോമസിന് എന്താ പറഞ്ഞത്? നിശ്ചിത ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഫിക്സഡ് ഓർബിറ്റ്സിൽ നിന്ന് സർക്കുലർ പാസ് ഓർബിറ്റ്സ് ടേം ആദ്യം കൊണ്ടുവന്നത് റൂദർഫോർഡ് ആണ്. ഇനി പറഞ്ഞ എന്താണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ജെയിംസ് ചാഡ്വിക്. അപ്പൊ ജെ തോമസിനെ ബന്ധപ്പെട്ടതല്ല. ഇനി ഇലക്ട്രോൺ ആരാണ്? ജെ തോമസൺ ഇലക്ട്രോൺ കണ്ടെത്തി. പിന്നെ എന്ത് പഠിച്ചു? പ്ലം പുഡിംഗ് മാതൃക. പ്ലം പുഡിംഗ് മാതൃക ആരും റിലേറ്റ് ചെയ്താണ്? ജെ തോമസൺ. അപ്പൊ അത്രയും കാര്യം നമ്മൾ ക്ലിയർ ആക്കിയായിരുന്നു അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് എല്ലാം ഒന്ന് ഓർത്തു വരുന്നുണ്ടല്ലേ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ടോപ്പിക് ആണ്. അതായത് നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ്. നോക്കിയേ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും. അപ്പൊ എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, അതാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. നോക്കൂ, എന്താണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ? The number of protons is very important in case of an atom. ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തായാലും പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ആറ്റത്തിന് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ആ എലമെന്റ് എലമെന്റിന്റെ ആറ്റം ഏത് എലമെന്റിന്റെ ആറ്റം ആണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ an atom that determines the element to which the atom belongs. ഇപ്പൊ ഏത് എലമെന്റിന്റെ ആറ്റം ആണ് അത് എന്ന് മനസ്സിലാക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പൊ മനസ്സിലാക്കുക, ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അല്ലെങ്കിൽ അതിലുള്ള ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം. മനസ്സിലായോ? ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണോ അതാണ് എന്റെ അറ്റോമിക് നമ്പർ എന്ന് മനസ്സിലാക്കുക. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് Z ആണെന്ന് കൂടെ ഓർത്ത് വെക്കുക. സോ അറ്റോമിക് നമ്പർ ഇസ് റെപ്രസെന്റ് ബൈ ലെറ്റർ Z. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. അതിൽ അറ്റോമിക് നമ്പർ നോക്കാം. അതായത് ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ്റത്തില് നമ്മൾ പറഞ്ഞു പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ആറ്റത്തിൽ സബ് അറ്റോമിക് ആണെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും പഠിച്ചു ഇല്ലേ. ഇനി ഇവിടെ നോക്കാം, പ്രോട്ടോൺസിന്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണമാണ് അതിന്റെ അറ്റോമിക്, ആ എലമെന്റിന്റെ അറ്റോമിക്, ഒരു എലമെന്റ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആ എലമെന്റിലുള്ള ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണങ്ങൾക്ക് തുല്യമായിരിക്കും. മനസ്സിലായോ? ഒരു എലമെന്റ് നമ്മൾ ആറ്റോമിക് നമ്പർ വെച്ച് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ എലമെന്റിന്റെ ആറ്റത്തിലെ എത്ര പ്രോട്ടോൺസ് ഉണ്ട് അതായിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ. മനസ്സിലായോ? ഇനി എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തിന് തുല്യമായിരിക്കും? ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒരു എലമെന്റിന്റെ ആറ്റത്തിലുള്ള
പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും തുല്യമായിരിക്കും. ഇനി പറയേണ്ടത് എന്താണ്? ഒരു എലമെന്റിനെ നമ്മൾ അതിന്റെ അറ്റോമിക് നമ്പർ വെച്ചാണ് തിരിച്ചറിയുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും. മനസ്സിലായോ? ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലുള്ള ആറ്റത്തിന്റെ ഒന്നുകിൽ പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കാം. കാരണം എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. മനസ്സിലായോ? ഇനി അറ്റോമിക് നമ്പർ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാല് അതിന്റെ പ്രോട്ടോൺസിനും ഒന്നാണ്, ഈ ഇലക്ട്രോൺസിനും എന്ന് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ പ്രോട്ടോൺസും ഒന്നാണ്, ഇലക്ട്രോൺസും ഒന്നാണ്. അപ്പൊ പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്താണ്? തുല്യമാണ്. നമ്മൾ പഠിച്ച എന്താ? ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലെ ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണമാകാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമാകാം. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ പ്രോട്ടോൺസും ഇലക്ട്രോൺസും തുല്യമല്ലേ? അപ്പൊ ഇവിടെ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവയുടെ എണ്ണമായിരിക്കും അല്ലെ? അപ്പൊ ഒന്നുകിൽ പ്രോട്ടോൺസിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ എന്താണ്? അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോൺസിന്റെ എണ്ണം എടുത്താൽ എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ 1 ആണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു എലമെന്റിനെ അതിന്റെ അറ്റോമിക് നമ്പർ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി എലമെന്റിലെ ആറ്റത്തിനുള്ളിലാണ് എന്ത് കാണുന്നത്? പ്രോട്ടോൺസും ഇലക്ട്രോൺസ് ഒക്കെ കാണുന്നത്. ഇനി ഈ പ്രോട്ടോണുകളുടെ എണ്ണോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണോ നോക്കുമ്പോൾ അത് തന്നെയായിരിക്കാം ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? ഇനി നോക്കാം, നമ്മള് നോക്കുന്ന ന്യൂക്ലിയസിന്റെ കേസ് എടുക്കാം. ന്യൂക്ലിയസിനകത്ത്, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിൽ എന്തൊക്കെ കാണപ്പെടുന്നത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണുന്നു അല്ലെ? ആറ്റത്തിലെ ന്യൂക്ലിയസിൽ എന്ത് കാണപ്പെടുന്നു? പ്രോട്ടോൺസും ന്യൂട്രോൺസും. എന്തൊക്കെ കാണുന്നു? പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്നു അല്ലെ? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണുന്നു? പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്നു. ഇനി പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ടോട്ടൽ നമ്പറിനെ, ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ടോട്ടൽ നമ്പറിനെയാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ നമ്പർ ആണ് കേട്ടോ. അപ്പൊ മാസ് നമ്പർ നമ്മൾ എന്ത് മനസ്സിലാക്കി? മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ടോട്ടൽ നമ്പർ ആണ്. അതാണ് ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട അറ്റോമിക് നമ്പർ ആണ്. ഒരു എലമെന്റ്, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെ തിരിച്ചറിയാം? അതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന് തുല്യമായിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് മനസ്സിലാക്കി. ഇനി അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇസഡ് ആണ് മനസ്സിലാക്കി. നമ്മൾ ഹൈഡ്രജന്റെ കേസിൽ അതിന് പ്രോട്ടോൺസിനും 1 ആണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ തന്നെയാണ് 1 തന്നെയാണ് അല്ലെ? ഇലക്ട്രോൺസിനും 1 ആണ്, അറ്റോമിക് നമ്പർ തന്നെയാണ് 1 തന്നെയാണ്. മനസ്സിലായോ? ഇനി നമ്മൾ എന്താ പഠിച്ചത്? ന്യൂക്ലിയസിനുള്ളിലെ പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ന്യൂട്രോൺസും പ്രോട്ടോൺസ് അല്ലെ? ഇനി പ്രോട്ടോൺസും ന്യൂട്രോൺസും ടോട്ടൽ നമ്പർ ചേർത്താണ് ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അറ്റോമിക് നമ്പർ നമ്മൾ ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ലെറ്റർ എ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അറ്റോമിക് നമ്പർ എന്ന് വിചാരിക്കാൻ പാടില്ല. എ എന്ന് പറഞ്ഞ എന്താണ്? റെപ്രസെന്റ് ചെയ്തത് മാസ് നമ്പറിനെയാണ് കേട്ടോ. എ മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്ത് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഇസ് എ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഹാവിംഗ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. നോക്കേ, ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്? എത്രയാണ്? 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ഉള്ള ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു മാസ് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെ? പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും എണ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആറ്റത്തിന് 2 പ്രോട്ടോൺസ് 2 ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ മാസ് നമ്പർ എത്രയാണ്? 2 2 എത്രയാണ്? 4 ആണ്. അപ്പൊ മാസ് നമ്പർ എന്താണ്? 4 ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ലെറ്റർ എന്താണ്? ഇസഡ് ആണ്. ഇനി ആറ്റത്തിന്റെ മാസ് നമ്പർ പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ? നമ്പർ ഓഫ് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ തുകയാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലെ? അതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസ് എണ്ണമാകാം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എണ്ണമാകാം. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണങ്ങളുടെ തുകയാണ് മാസ് നമ്പർ എന്ന് പഠിച്ചു. ഇത് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, മാസ്
നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ മക്കളെ? ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കാം മാസ് നമ്പറിൽ നമ്മൾ നോക്കൂ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അറ്റോമിക് നമ്പറിൽ നമ്മൾ പഠിച്ചു. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആകാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആകാം പഠിച്ചു അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസില് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ എങ്ങനെ മാറ്റി എഴുതാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പറിന് തുല്യമാണ്. ആണോ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മാസ് നമ്പർ ഈസ് ഈക്വൽ ടു ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. എഴുതാമോ? എഴുതാം അല്ലെ? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. ഇനി അറ്റോമിക് നമ്പറിന്റെ കൂടെ ബാക്കി എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. കിട്ടിയോ മക്കളെ? മനസ്സിലായോ മക്കളെ? ഇവിടെ നമ്മള് പ്രോട്ടോൺസ് എണ്ണത്തിന്റെ സ്ഥലത്ത് എന്ത് എഴുതി? അറ്റോമിക് നമ്പർ എന്ന് എഴുതി അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ കൂടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചേർത്താലും നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. മനസ്സിലായോ? അപ്പൊ മാസ് നമ്പർ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താം. എങ്ങനെയാണ്? ഒന്ന് പ്രോട്ടോൺസിന്റെ എണ്ണവും ന്യൂട്രോൺസിന്റെ എണ്ണവും ചേർത്ത് പ്ലസ് ചെയ്താൽ നമുക്ക് മാസ് നമ്പർ കിട്ടാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് മാറ്റിയിട്ട് അവിടെ അറ്റോമിക് നമ്പർ എടുത്താലും അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എന്ത് തന്നെ കിട്ടും? മാസ് നമ്പർ കിട്ടും. കിട്ടിയോ മക്കളെ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇനി ഇവിടെ നോക്കാം. ഇതിന് നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടെത്താം? ഈ തന്നിരുന്ന ഇക്വേഷനിൽ നിന്നും നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ എങ്ങനെ കണ്ടെത്താം? ന്യൂട്രോൺസിന്റെ എണ്ണത്തിന് എങ്ങനെ കണ്ടെത്താം? ഈ തന്നിരിക്കുന്ന ഇക്വേഷന് ഈ തന്നിരിക്കുന്ന ഈ ഫോമിൽ നമുക്ക് എങ്ങനെ ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടെത്താം? നമ്പർ ഓഫ് ന്യൂട്രോൺസും അറ്റോമിക് നമ്പറും ചേർന്നാണ് മാസ് നമ്പർ അല്ലെ? അപ്പൊ ഒരു ചോദ്യത്തിലെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നാൽ എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടെത്തും? മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. കിട്ടിയോ മക്കളെ? മനസ്സിലായോ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് എന്ത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ചേർന്ന് കിട്ടുന്ന തുകയാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പിന്നെ എന്ത് തന്നെയാണ്? ഒരു അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞത് അല്ലെ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലെങ്കിൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് എന്ത് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. അപ്പൊ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്ക്, അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്ത്? മാസ് നമ്പർ. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഇനി ഇതിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് മാസ് നമ്പറിന് അറ്റോമിക് നമ്പറിനെ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ എന്താ മക്കളെ നമ്മൾ പറഞ്ഞോണ്ടത്? നമ്മൾ മനസ്സിലാക്കിയത് മാസ് നമ്പർ ആണ് അല്ലെ? അറ്റോമിക് നമ്പർ നമുക്കറിയാം പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. ഇനി ഇസഡ് ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു. ഇനി മാസ് നമ്പർ എന്ത് പഠിച്ചു? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു അല്ലെ? ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേർന്നാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറഞ്ഞു. ന്യൂട്രോണിലെ പ്രോട്ടോൺ എണ്ണത്തിന് തുല്യമാണ് മാസ് നമ്പർ. അവിടെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യം എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് അതിനെ മാറ്റി എഴുതാം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അല്ലെ? അറ്റോമിക് നമ്പറും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചേർന്നാൽ എന്ത് തന്നെയാണ്? മാസ് നമ്പർ എന്ന് പഠിച്ചു അല്ലെ? ഇനി നമ്മൾ ഇവിടെ നോക്കാം. ഇതിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടെത്തി? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക്. മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് മനസ്സിലാക്കി. ഇവിടെ നോക്കാം. ഇനി ഇവിടെ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ റെപ്രസെന്റ് ലെറ്റർ ഏതാണ്? എ ആണ്. മാസ് നമ്പർ റെപ്രസെന്റ് ലെറ്റർ എ ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ലെറ്റർ ഏതാണ്? ഇസഡ് ആണ്. അപ്പൊ എ മൈനസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എ മൈനസ് ഇസഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് എന്താണ് അടുത്ത പഠിക്കാണെന്ന് നോക്കാം. അപ്പൊ കിട്ടിയോ മക്കളെ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റത്തിലെ അറ്റോമിക് നമ്പറിനെ കുറിച്ച് പഠിച്ചു അല്ലെ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെ? അറ്റോമിക് നമ്പർ പ്രോട്ടോണിന്റെ എണ്ണം തുല്യമാകാം അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് തുല്യമാകാം. ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയസിലുള്ളതാണ് ന്യൂട്രോണും പ്രോട്ടോണും അല്ലെ? ഇനി അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചു. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഒരു ആറ്റത്തിലുള്ള ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് മനസ്സിലാക്കി അല്ലെ? ഇനി നമ്മൾ പഠിച്ചു എന്താണ്? മാസ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം മാറ്റി നമുക്ക് അവിടെ എന്ത് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ കൂടെ ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതാണ് മാസ് നമ്പർ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ എ മൈനസ് ഇസഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് മക്കളെ? ഇതിലൊന്നും സംശയമില്ലല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം എങ്ങനെയാണ് എഴുതുന്നത് അല്ലെങ്കിൽ ആറ്റത്തിന് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അതിൽ അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഒക്കെ ക്രമീകരിക്കുന്നത് നമുക്ക് നോക്കാം. മക്കളെ, നമ്മൾ രണ്ട് എലമെന്റ്സ് എഴുതി. ഒന്ന് ക്ലോറിനും ഒന്ന് കാൽഷ്യമാണ്. എന്താണ്? ക്ലോറിനും കാൽഷ്യമാണ്. രണ്ട് എലമെന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് എലമെന്റ്സിന്റെ മാസ് നമ്പർ അറ്റോമിക് നമ്പറും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അറ്റോമിക് നമ്പർ മാസ് നമ്പർ എങ്ങനെ എഴുതും? മാസ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും
ടോപ്പിൽ ലെഫ്റ്റിലാണ് എഴുതുന്നത്. ടോപ്പിൽ ലെഫ്റ്റിലാണ് മാസ് നമ്പർ എഴുതുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ബോട്ടത്തിൽ ലെഫ്റ്റിലാണ് എന്ത് എഴുതുന്നത്? ടോപ്പിൽ ലെഫ്റ്റിൽ മാസ് നമ്പറും ബോട്ടത്തിൽ ലെഫ്റ്റിലായിട്ടാണ് അറ്റോമിക് നമ്പർ എഴുതുന്നത്. അപ്പൊ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ ടോപ്പ് ലെഫ്റ്റിൽ എഴുതുന്നതാണ് അതിന്റെ മാസ് നമ്പർ എന്ന് മനസ്സിലാക്കുക. ഇനി അതിന്റെ ബോട്ടം ലെഫ്റ്റിൽ എഴുതുകയാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് മനസ്സിലായോ? ഒരു എലമെന്റ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതിന്റെ ടോപ്പ് ലെഫ്റ്റിലാണ് അതിന്റെ മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ബോട്ടം ലെഫ്റ്റിലാണ് അതിന്റെ അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ കാൽഷ്യം എഴുതുമ്പോൾ ഈ കാൽഷ്യം എന്ന് പറയുന്നതിന്റെ എന്താണ് ടോപ്പ് ലെഫ്റ്റിൽ കിടക്കുന്നതാണ് അതിന്റെ മാസ് നമ്പർ കേട്ടോ. ടോപ്പ് ലെഫ്റ്റിലാണ് മാസ് നമ്പർ. ഇനി ബോട്ടം ലെഫ്റ്റിലാണ് എന്തിരിക്കുന്നത്? അറ്റോമിക് നമ്പർ. അപ്പൊ ബോട്ടത്തിലാണ് എപ്പോഴും അറ്റോമിക് നമ്പർ എഴുതുന്നത്. ബോട്ടം ലെഫ്റ്റിലാണ് അറ്റോമിക് നമ്പർ. ഇനി ടോപ്പ് ലെഫ്റ്റിൽ ഇരിക്കുന്ന എന്താണ്? മാസ് നമ്പർ ആണ്. മനസ്സിലാക്കുകയല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ഏതാണ്? അതെ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ആണ് ബോട്ടം ലെഫ്റ്റിലിരിക്കുന്നത്. ബോട്ടം ലെഫ്റ്റിലിരിക്കുന്ന ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. ഇനി ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ആണ് നമ്മൾ 17 എന്ന് പറഞ്ഞല്ലേ. ബോട്ടം ലെഫ്റ്റിലിരിക്കുന്ന ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ക്ലോറിന്റെ മാസ് നമ്പർ എന്താണ്? ടോപ്പ് ലെഫ്റ്റിലിരിക്കുന്നതാണ് ക്ലോറിന്റെ മാസ് നമ്പർ, അതാണ് 35 കേട്ടോ. അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 17. മാസ് നമ്പർ ആണ് ടോപ്പ് ലെഫ്റ്റിലിരിക്കുന്നത് 35 ആണ്. എങ്കിൽ നമുക്കിവിടെ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആണത്, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ നോക്കാം, ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ബോട്ടം ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. ബോട്ടം ലെഫ്റ്റിൽ കിടക്കുന്ന ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 17 ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. അത് ടോപ്പ് ലെഫ്റ്റിൽ കിടക്കുന്നതാണ് ഇതിന്റെ മാസ് നമ്പർ. ഇത് 35 ആണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്ലോറിന്റെ അറ്റോമിക് നമ്പർ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. അപ്പൊ നോക്കി മക്കളെ, നമ്മൾ ആദ്യം ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എഴുതാൻ പോവാണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. അതായത് ബോട്ടം ലെഫ്റ്റ് എഴുതിക്കുന്നതാണ് അറ്റോമിക് നമ്പർ. ഇനി ടോപ്പ് ലെഫ്റ്റ് എഴുതിക്കുന്ന എന്താണ്? മാസ് നമ്പർ. അപ്പൊ ക്ലോറിന്റെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ ആണ് 35. ഇത്ര മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്ന് പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്ന് പറഞ്ഞല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെ ആയിരിക്കും പ്രോട്ടോൺസിന്റെ എണ്ണം. അപ്പൊ നോക്കിയാൽ ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം എത്ര എഴുതാം? അറ്റോമിക് നമ്പർ 17 ആണ്. പ്രോട്ടോൺസിന്റെ എണ്ണം എന്ത് തന്നെയായിരിക്കും? 17 ആണ്. നമ്മൾ പഠിച്ചതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോട്ടോൺസിന്റെ എണ്ണമായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണവും എന്ത് തന്നെയാണ്? 17 ആണ്. അറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് തന്നെയാണ്? 17 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ന്യൂട്രോൺസിന്റെ എണ്ണമാണ് കണ്ടെത്താനുള്ളത്. ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്തുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? മാസ് നമ്പർ. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞല്ലേ. ഇനി ന്യൂട്രോൺസിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടെത്തി? നമ്മൾ പഠിച്ചു. ന്യൂട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോൺസിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോൺസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. കിട്ടിയോ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പറയുന്ന അറ്റോമിക് നമ്പർ തുല്യമാണ്. അപ്പൊ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നത്. കുറച്ച് മുമ്പ് പഠിച്ച് മനസ്സിലാക്കി വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്താൻ പറ്റും. എങ്ങനെ കണ്ടെത്തും? ന്യൂട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ന്യൂട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ, അതായത് എ മൈനസ് ഇസഡ് എന്ന് എഴുതാം അല്ലെ. എ മൈനസ് ഇസഡ് എന്ന് എഴുതാം. എ റെപ്രസെന്റ് ചെയ്യുന്ന മാസ് നമ്പർ, ഇസഡ് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് അറ്റോമിക് നമ്പർ എഴുതിയെന്ന് മനസ്സിലായോ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺസ് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടുത്തെ മാസ് നമ്പർ എത്രയാണ്? 35 ആണ്. മാസ് നമ്പർ 35 ആണ്. 35 അറ്റോമിക് നമ്പർ ആയ 17 നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ ആണ് ഈ പറയുന്ന ആറ്റത്തിന്റെ എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇത് മനസ്സിലായോ? എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഉത്തരം എന്ത് കിട്ടും? 35 17 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ന്യൂട്രോൺസ് എണ്ണം എത്രയാണ്? 18 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ക്ലോറിൻ എന്ന് പറഞ്ഞ ആറ്റത്തിലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് എപ്പോഴും ബോട്ടം ലെഫ്റ്റിലായിരിക്കും. ക്ലോറിനിലെ ഏതൊരു ആറ്റത്തിന്റെയും അറ്റോമിക് നമ്പർ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ബോട്ടം ലെഫ്റ്റിലും ടോപ്പ് ലെഫ്റ്റിലായിട്ടാണ് മാസ് നമ്പർ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ തുല്യമാണ്. അതുകൊണ്ട് 17 എന്ന് കണ്ടെത്തി. ഇനി ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണ് അല്ലെ. അപ്പൊ അവിടെയും 17 ആണെന്ന് കണ്ടെത്തി. ഇനി ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്താൻ നമ്മൾ പഠിച്ചതാണ് A മൈനസ് ഇസഡ്. A മീൻസ് മാസ് നമ്പർ മൈനസ് ഇസഡ് മീൻസ് അറ്റോമിക് നമ്പർ അല്ലെ.
അപ്പൊ എ എന്ന് പറഞ്ഞ 35 മൈനസ് 17 നമുക്ക് എന്ത് കിട്ടും? 18 എന്ന ആൻസർ കിട്ടും. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒന്നും കൂടെ നിങ്ങൾ അത് കേട്ട് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എളുപ്പമാണ്. ശരി, നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. അടുത്തത് കാൽഷ്യം എന്ന് പറയുന്ന എലമെന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ കാൽഷ്യം എലമെന്റ് അറ്റോമിക് നമ്പർ ഇനി മനസ്സിലാക്കൂ. എവിടെ കിടക്കുന്നതാണ് അറ്റോമിക് നമ്പർ? പറഞ്ഞു തന്നെ. ടോപ്പ് ലെഫ്റ്റ് ആണോ? അല്ല, അല്ലെ, ബോട്ടം ലെഫ്റ്റ് കിടക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പൊ എത്രയാണ് അറ്റോമിക് നമ്പർ കാൽഷ്യത്തിന്റെ? 20 ആണ്. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? Z ആണ്, അല്ലെ. അപ്പൊ Z എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. നോക്കുക. ഇനി കാൽഷ്യത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ ആണ് ടോപ്പ് ലെഫ്റ്റിൽ റെപ്രസെന്റ്. ടോപ്പ് ലെഫ്റ്റിലാണ് മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ നമുക്ക് എങ്ങനെ ഇടാം? A കൊണ്ട് നോട്ട് ചെയ്യാം. അപ്പൊ A is equal to 40 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയ മക്കളെ? അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് 40യും അറ്റോമിക് നമ്പർ 20 ആണെന്ന് മനസ്സിലാക്കി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? അറ്റോമിക് നമ്പറിന് തുല്യമാണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? 40 ആണ്. കിട്ടിയോ? അടുത്ത് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ തുല്യമാണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്താണ്? 20 ആണ്. കിട്ടിയോ? അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് എഴുതി. ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് പ്രോട്ടോൺസിന് തുല്യമാണ്, അതുകൊണ്ട് അതും 20 ആണെന്ന് എഴുതി. ഇനി നോക്കാം ന്യൂട്രോൺസിന്, അല്ലെ. ന്യൂട്രോൺസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതിന് കണ്ടെത്താം? മാസ് നമ്പറിൽ നിന്നും A മൈനസ് Z, അല്ലെ. A മൈനസ് Z മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്താൻ പറ്റും. അപ്പൊ ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്താൻ അറ്റോമിക് നമ്പർ മാസ് മൈനസ് അറ്റോമിക് നമ്പർ, അവിടെ മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. അപ്പൊ 40 ന്ന് അറ്റോമിക് നമ്പർ 20 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസ് എണ്ണമായ 20 കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും കണ്ടെത്തുന്നത്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളവിടെ ഇത് കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കാവുള്ളൂ. അപ്പൊ നമ്മൾ അറ്റോമിക് നമ്പർ മനസ്സിലാക്കി, മാസ് നമ്പർ മനസ്സിലാക്കി. ഇനി നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി ഇപ്പൊ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് മാസ് നമ്പർ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് ന്യൂട്രോൺസിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി, അല്ലെ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരുന്ന മറ്റൊരു ചാർട്ട് നോക്കി, അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളില് ഓരോ എലിമെന്റ്സിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അറ്റോമിക് നമ്പർ എഴുതണം, മാസ് നമ്പർ എഴുതണം, അതുപോലെ പ്രോട്ടോൺസിന്റെ എണ്ണം, ഇലക്ട്രോൺസിന്റെ എണ്ണം, ന്യൂട്രോൺസിന്റെ എണ്ണം, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജൻ. H എന്ന സിമ്പിൾ എന്തിനാണ്? ഹൈഡ്രജൻ, അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സിമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അവിടെ നോക്കാം, H ഇവിടെ ഒരു 1 റെപ്രസെന്റ്, അല്ലെ. Hന്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ, അതാണ് ബോട്ടം ലെഫ്റ്റിലായിട്ട് കാണപ്പെടുന്ന ഈ നമ്പർ എന്ന് പറയുന്നത് എന്തിനെ നോട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചു? ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ ആണ് ഇത് നോട്ട് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ ബോട്ടം ലെഫ്റ്റിലിരിക്കുന്ന നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ് ഹൈഡ്രജന്റെ? 1 ആണ്. അപ്പൊ അവിടെ നമ്മൾ അറ്റോമിക് നമ്പർ 1 എന്ന് എഴുതി. ഇനി അതുപോലെ തന്നെ ഹൈഡ്രജന്റെ ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന, ഹൈഡ്രജൻ എന്ന് എഴുതിയിരിക്കുന്നതിന് ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന നമ്പർ ആണ് ഹൈഡ്രജന്റെ എന്താണ്? മാസ് നമ്പർ, അല്ലെ. ടോപ്പ് ലെഫ്റ്റ് എഴുതിയിട്ട് എന്താണ്? മാസ് നമ്പർ. അപ്പൊ ഹൈഡ്രജന്റെ മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. ക്ലിയർ ആയോ? ഇനി നോക്കാം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഹൈഡ്രജൻ എത്രയാണ്? 1 ആണ്, അല്ലെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഹൈഡ്രജൻ 1 ആണ്. ഇനി പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണ്, അല്ലെ. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമാണ്. അപ്പൊ പ്രോട്ടോൺസ് 1 ആണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും, കേട്ടോ. അടുത്ത നോക്കാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെ. ഇനി ന്യൂട്രോൺസ് എണ്ണം എത്ര നോക്കാം? ഹൈഡ്രജൻ ആറ്റത്തിലെ ന്യൂട്രോൺസ് എണ്ണം നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ഇലക്ട്രോൺ, അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ആണ്, അല്ലെ. ഇലക്ട്രോണിന്റെ എണ്ണം കാണുക, അതുപോലെ തന്നെ അതിന് ഏതിന് തുല്യമാണ്? അറ്റോമിക് നമ്പറിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് 1 ആണെങ്കിൽ അറ്റോമിക് നമ്പർ എന്താണ്? 1 ആണ്. പ്രോട്ടോൺസ് 1 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അറ്റോമിക് നമ്പർ 1 എന്ന് എഴുതി. അത് ക്ലിയർ ആയി നിങ്ങൾക്ക്? പ്രോട്ടോൺസ് 1 ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ എന്താണ്? 1 ആണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അടുത്ത നോക്കാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസ് എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ പറഞ്ഞു ന്യൂട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ വെച്ച് നമുക്ക് കണ്ടെത്താം, അല്ലെ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം നിങ്ങളുടെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? മാസ് നമ്പർ തന്നിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിലും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടെത്താൻ പറ്റും, അല്ലെ. കാരണം എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ. ആ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ നമുക്ക് എന്തെന്ന് എഴുതാം? അറ്റോമിക് നമ്പർ എന്ന് എഴുതാം. കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ ആണ്, അല്ലെ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്?
അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ പഠിച്ചു. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ അതിനെ എങ്ങനെ കണ്ടെത്തി? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് atomic number അല്ലെങ്കിൽ A minus Z. A represents mass number and Z represents atomic number. അപ്പൊ ഇവിടെ നമുക്ക് number of neutrons എങ്ങനെ കണ്ടെത്താം? A minus Z അല്ലെ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അത് വെച്ച് നമ്മൾ എങ്ങനെ കണ്ടെത്താം? A minus Z വെച്ച് ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്ര, സോറി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ എന്താണ്? 1 ആണ്. അപ്പൊ 1 minus 1 that is equal to 0 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എണ്ണം എത്രയാണ്? 0. അപ്പൊ ഹൈഡ്രജനിലെ ന്യൂട്രോൺസ് എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഹൈഡ്രജൻ ന്യൂട്രോൺസ് എണ്ണം എത്രയാണ്? 0 ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? ഇനി അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 1 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ 1 minus 1 that is equal to 0 എന്ന് കിട്ടി. അപ്പൊ എത്ര ന്യൂട്രോൺസ് ഉണ്ട് ഹൈഡ്രജൻ ന്യൂട്രോൺസ് എണ്ണം 0 ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ അറ്റോമിക് നമ്പർ, അപ്പൊ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് കിടക്കുന്നതാണ്. അപ്പൊ ലിഥിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഇത്രയും മനസ്സിലായോ? അടുത്ത് നോക്കാം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് മീൻസ് അതെന്താണ്? അതാണ് അറ്റോമിക് നമ്പർ അല്ലെ. അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. പ്രോട്ടോൺസിനും എത്രയാണ്? 3 ആണ്. കിട്ടിയോ? അടുത്തത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിന് തുല്യമാണ്. അപ്പോൾ പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസ് എണ്ണം എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അടുത്തത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ. ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മനസ്സിലായോ? അപ്പൊ ഇവിടെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 7 minus 3 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇത്രയും മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ലിഥിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ നമ്മൾ ഇവിടെ കണ്ടെത്തി 3 എന്ന്, മാസ് നമ്പർ എന്ന് പറഞ്ഞ് കണ്ടെത്തി 7 എന്ന്. ഈ പ്രോട്ടോൺസിന്റെ എണ്ണവും അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പൊ നമ്മൾ 3 എന്ന് എഴുതി. ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആണ്. അവിടെ 3 എന്ന് എഴുതി. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ 7 minus 3 is equal to 4. Is it clear for you? ഇത് മനസ്സിലായോ? നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്സിജൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്സിജൻ, O മീൻസ് ഓക്സിജൻ ആണ്. ഈ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ബോട്ടം ലെഫ്റ്റിലാണ് എഴുതുന്നത് 8 ആണ്. ഇനി അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റിലാണ് എഴുതുന്നത് 6 എന്ന് നമ്മൾ എഴുതിയിട്ട് നോക്കൂ. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അറ്റോമിക് നമ്പർ പറഞ്ഞതുപോലെ ബോട്ടം ലെഫ്റ്റിൽ അറ്റോമിക് നമ്പർ 8 ആണ്. ഇനി ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന അതിന്റെ മാസ് നമ്പർ 16 എന്ന് എഴുതി. അടുത്ത് നോക്കുക, പ്രോട്ടോൺസ് എണ്ണം അത് തന്നെയാണ് അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ പ്രോട്ടോൺസ് എണ്ണം എത്രയാണ്? 8 ആണ്. ഇനി നോക്കാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പ്രോട്ടോൺസിന്റെ എണ്ണവും തുല്യമാണ്. അപ്പോൾ അവിടെ എന്ത് എങ്ങനെ എഴുതാം? 8 എന്ന് തന്നെ എഴുതാം. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 അല്ലെ. 16 അറ്റോമിക് നമ്പർ 8 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? 8. അപ്പൊ 8 ന്യൂട്രോൺസ് ആണ് ആർക്കുള്ളത്? ഓക്സിജൻ ഉള്ളത്. ഇത്രയും ക്ലിയർ ആയോ? ഈ പോയിന്റ് മനസ്സിലായോ? അടുത്ത് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും നോക്കാം. അടുത്തുള്ള പൊട്ടാഷ്യം ആണ് പറഞ്ഞല്ലേ, സോറി സോഡിയം. എന്താണ്? സോഡിയം. അടുത്ത് നോക്കാം, സോഡിയം. സോഡിയത്തിന്റെ ബോട്ടം ലെഫ്റ്റിൽ എഴുതുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. ടോപ്പ് ലെഫ്റ്റിൽ എഴുതുന്നത് അതിന്റെ മാസ് നമ്പർ ആണ്. അങ്ങനെ 11 എന്ന് പറയുന്നതാണ് അതിന്റെ അറ്റോമിക് നമ്പർ. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ മനസ്സിലായോ? സോഡിയം എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ ലെഫ്റ്റ്, അത് ബോട്ടം താഴെ ഭാഗം ലെഫ്റ്റ് വലതുവശത്ത്, സോറി താഴെ ഇടതുഭാഗത്ത് എഴുതുന്നതാണ് അതിന്റെ അറ്റോമിക് നമ്പർ. അതുപോലെ മുകളില് ഇടതുഭാഗത്ത് എഴുതിയാണ് അതിന്റെ മാസ് നമ്പർ കേട്ടോ. അപ്പൊ താഴെ ഇടതുഭാഗത്ത് എഴുതിയതാണ് അറ്റോമിക് നമ്പർ, അത് 11 ആണ് അറ്റോമിക് നമ്പർ. ഇനി മുകളിൽ ഇടതുഭാഗത്ത് എഴുതിയതാണ് അതിന്റെ മാസ് നമ്പർ, അപ്പൊ 23 ആണ് മാസ് നമ്പർ. അടുത്ത് നോക്കാം, പ്രോട്ടോൺ എണ്ണം എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പൊ 11 എന്ന് എഴുതുക. ഇനി ഇലക്ട്രോൺ എണ്ണവും പ്രോട്ടോൺ എണ്ണവും സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് തന്നെ എഴുതാം? 11 എന്ന് എഴുതി. ഇനി നോക്കാം, ഇതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് കണ്ടെത്താനുള്ളത്. എങ്ങനെയാണ്? മാസ് മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. 23 നമ്മൾ 11 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ സോഡിയം ആറ്റം എത്രയാണ്? 12 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ സോഡിയം ആറ്റം എത്രയാണ്? 12 ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. അപ്പൊ ഈ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും നോക്കാം. അടുത്തതാണ് നിയോൺ ആണ് എഴുതാൻ പോകുന്നത്. നിയോൺ മറ്റൊരു എലിമെന്റ് ആണ് നിയോൺ. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടം ലെഫ്റ്റിൽ എഴുതി 10 ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് ലെഫ്റ്റിൽ എഴുതി അത് 20 ആണ്. അപ്പൊ നിയോൺ നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മൾ പറഞ്ഞു ബോട്ടം ലെഫ്റ്റ് എഴുതിയാണ് അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഇനി നോക്കാം,
അതിന്റെ ടോപ്പ് ലെഫ്റ്റ് എഴുതുന്നതാണ് എന്റെ മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ എത്രയാണ്? 20 ആണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് പറയാമല്ലോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 10 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നോക്കാം എങ്ങനെ ന്യൂട്രോൺസ് എണ്ണം കണ്ടെത്തുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ മാസ് നമ്പർ എത്രയാണ്? 20 ആണ്. മാസ് നമ്പർ എത്രയാണ്? 20 അല്ലെ? 20 അറ്റോമിക് നമ്പർ 10 കുറയ്ക്കും. നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 ന്യൂട്രോൺസ് ആണ്. അപ്പൊ എത്രയാണ്? എത്ര ന്യൂട്രോൺസ് ആണ് സോഡിയത്തിലുള്ളത്? 10 ന്യൂട്രോൺസ് ആണ്. മനസ്സിലായി? സോഡിയം നിയോൺ. അപ്പൊ നിയോണിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 10 ന്യൂട്രോൺസ് ആണ്. അത് മനസ്സിലായോ? ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായോ? ഇനി നോക്കാം, അടുത്ത് നോക്കാം ടൈറ്റാനിയം Ti. നോക്കാം Ti. അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടം ലെഫ്റ്റ് 22, മാസ് നമ്പർ 48 അല്ലെ? അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ബോട്ടം ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന ഏതാണ്? 22. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോപ്പ് ലെഫ്റ്റ് എഴുതിയിരിക്കുന്നത് 48. അപ്പൊ നമ്മുടെ പ്രോട്ടോൺസിനും എത്ര തന്നെയാണ്? 22. ഇലക്ട്രോൺസിനും എത്രയാണ്? 22. എന്നാൽ നമ്മൾ ന്യൂട്രോൺസ് നമുക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ്, അതായത് 48 മൈനസ് 22, അതായത് എത്ര കിട്ടും നിങ്ങൾക്ക്? 26 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 26 ന്യൂട്രോൺസ് ആണ് എവിടെയുള്ളത്? ഈ ടൈറ്റാനിയത്തിലുള്ളത് 26 ന്യൂട്രോൺസ്. അടുത്ത് നോക്കാം യുറേനിയം. അടുത്ത എന്താണ്? യുറേനിയം അതിന്റെ മാസ് നമ്പർ 235. യുറേനിയത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? 235 ആണ്. അറ്റോമിക് നമ്പർ നമ്മളെ ബോട്ടം ലെഫ്റ്റിലാണ് എഴുതുന്നത്, അതാണ് 92. അപ്പൊ അറ്റോമിക് നമ്പർ നമ്മൾ എഴുതി 92 എന്ന് എഴുതി. ഇനി 235 എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് കിടക്കുന്ന അതിന്റെ മാസ് നമ്പർ, അത് 235 ഇവിടെ എഴുതി 235. ഇനി നോക്കാം മാസ് പ്രോട്ടോൺസ് എണ്ണം എത്ര തന്നെയാണ്? 92 ആണ്. ഇലക്ട്രോൺസ് എണ്ണം 92 ആണ്. ഇനി നമ്മൾ മാസ് നമ്പർ അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും അല്ലെ? അപ്പൊ 235 മൈനസ് 92 എന്ന് നമുക്ക് കിട്ടും. 235 മൈനസ് 92 എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മളുടെ മാസ് നമ്പർ കണ്ടെത്തേണ്ട മെത്തേഡ്. അപ്പൊ എന്താണ് അവിടെ ആൻസർ കിട്ടുന്നത്? 143 നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 143. അപ്പൊ ഇതുപോലെ നമ്മൾ ഇനിയുള്ള 2 കണക്കും കൂടെ നിങ്ങൾ ഒന്ന് ചെയ്ത് പഠിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇനിയുള്ള 2 പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഐഡിയ കിട്ടിയോ? ഇതെങ്ങനെയാണ് ചെയ്യാൻ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ മനസ്സിലാക്കിയത്? നമ്മള് അറ്റോമിക് നമ്പർ മനസ്സിലാക്കി അല്ലെ? എന്താണ് അറ്റോമിക് നമ്പർ എന്ന് മനസ്സിലാക്കി. മാസ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് നമ്മള് നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കണ്ടെത്തുന്നതിന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളും ഈ പോയിന്റ്സും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ചെയ്തെല്ലാം നമ്മൾ ചെയ്തു നോക്കാം, ഒന്നും കൂടെ ചെയ്തു നോക്കാം. അത് മാത്രമല്ല ഇനിയുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ച് സെറ്റ് ആക്കി വെക്കാം. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.